പുലർച്ചെ നിർത്താതെയുള്ള ഫോണിലൂടെ അലാറം ശബ്ദം കേട്ടുകൊണ്ടാണ് ആരുഷി കണ്ണു തുറന്ന്. ഉറക്കം കണ്ണുകൾ വിട്ടൊഴിയാതെ അവൾ അലാറം ഓഫ് ചെയ്ത് കണ്ണുകൾ മെല്ലെ അടച്ചു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒന്ന് മൂരി നിവർന്നുകൊണ്ട് ചുരിദാറിന് മുകളിലെ വൈറ്റ് കോട്ട് ഊരി ബാഗിൽ വെച്ചുകൊണ്ട് മുടി നന്നായി ഒതുക്കി കെട്ടി. അത്യാഹിത വിഭാഗത്തിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് താഴെന്ന് അവൾ ആ നിലവിളി കേട്ടത്. അത്യാഹിത വിഭാഗത്തിന്റെ ജനലിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. അവിടെ നിന്നും നോക്കിയാൽ കാണാവുന്ന റോഡിലായിരുന്നു സംഭവം. ആദ്യം വാഹനാപകടമാണെന്നാണ് അവൾ കരുതിയത്. അവൾ അറിയാതെ തന്നെ അവളുടെ കാലുകൾ അങ്ങോട്ടേക്ക് ചലിച്ചു. അവിടേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ കാര്യം തിരക്കി. ചേച്ചി, അവിടെ എന്താ സംഭവം? അവൾ ആകുലതയോടെ ചോദിച്ചു. ബസ് സ്റ്റോപ്പിലേക്ക് വന്ന ഒരു പെൺകുട്ടിയെ അവളുടെ പിന്നാലെ ബൈക്കുമായി വന്നൊരു പയ്യൻ തടഞ്ഞു നിർത്തി എന്തൊക്കെയോ പറഞ്ഞ് വാക്ക് തർക്കമായി. അവസാനം ആ പയ്യന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അവളെ കുത്തി വീഴ്ത്തിയെന്ന്. കണ്ടിട്ട് പ്രണയ നൈരാശ്യാണെന്നാ തോന്നുന്ന മോളെ. അതും പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് ഓടി. പെട്ടെന്ന് തന്നെ അവൾ അവരുടെ പുറകെ അങ്ങോട്ടേക്ക് ഓടി. അടുത്തെത്തിയപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം അവൾക്ക് പിടികിട്ടിയത്. പിടഞ്ഞു വീണ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടെല്ലാം നശിപ്പിക്കാനൊരുങ്ങുന്ന വെമ്പലിൽ അടുക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരെയും കത്തി വീശി അകറ്റി നിർത്തുകയായിരുന്ന ആ യുവാവ്. പെൺകുട്ടിയെ കുത്തി വീഴ്ത്തിക്കൊണ്ട് അയാൾ സ്വയം കുത്തി മുറിവേൽപ്പിച്ച ശേഷം തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ചോരയിൽ കുളിച്ചു കിടന്ന് ജീവനു വേണ്ടി പിടയുകയായിരുന്നു ആ കുട്ടി. റോഡിലും പരിസരത്തുമുള്ളവർ പതിവ് പോലെ കാഴ്ചക്കാരും മൊബൈൽ വീഡിയോഗ്രാഫർമാരുമായി മാറി നിൽക്കുന്നു. നിസ്സഹായായ പെൺകുട്ടിയുടെ ജീവനറ്റു പോകുന്ന നിമിഷം കാത്ത് അയാൾ അവളുടെ മേൽ അമർന്നു കിടക്കാൻ ശ്രമിക്കുന്നു. അവളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം അയാൾ വലിച്ചു മാറ്റണമായിരുന്നു. സ്വയം മരിക്കാനുള്ള ശ്രമത്തിലാണ് അയാളെന്നും അവൾക്ക് തോന്നി. എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിന്റെ പുറത്ത് സ്വന്തം ജീവനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ഒരു ചുവട് പോലും ഇടറാതെ ആരുഷി മുന്നോട്ട് നീങ്ങി ശക്തി അയാളെ പിടിച്ചു വലിച്ചു മാറ്റി. കുത്തേറ്റ് പിടയുന്ന പെൺകുട്ടിയുടെ നിലവിളിയും പ്രാണവേദനയും ആരുഷിയെ അത്രമേൽ പിടിച്ചുലച്ചിരുന്നു. ആരുഷിയുടെ മുഖത്ത് ധൈര്യവും സംയമനവും കണ്ട് ഒരു നിമിഷം ആക്രമിയുടെ ക്രൂര മനസ്സ് പോലും പതറിപ്പോയി. ആരുഷി ഒറ്റയ്ക്ക് തന്നെ അയാളെ വലിച്ചു മാറ്റി കഴിഞ്ഞപ്പോഴേക്കാണ് ധൈര്യം പകർന്നു കിട്ടിയ മറ്റുള്ളവർ സഹായത്തിനെത്തിയത്. തൊട്ടു പിന്നാലെ ആരുഷി ഫോൺ എടുത്തുകൊണ്ട് അവൾ വർക്ക് ചെയ്യുന്ന എയിംസിലേക്ക് വിളിച്ചു. അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരൻ ഡ്രൈവർ മധു ആംബുലൻസുമായി എത്തി. നാട്ടുകാരുടെ സഹായത്തോടെ ഒരു നിമിഷം പോലും കളയാതെ പെൺകുട്ടി ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്ക് ആശുപത്രിയിലുള്ളവർ അടിയന്തര സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. അവിടെ കൂടിയുന്ന എല്ലാവരും ആരുഷിയെ വാത്സല്യത്തോടെ നോക്കി. നേരത്തെ സംസാരിച്ചിരുന്ന സ്ത്രീ വന്ന് അവൾ ഇറുകെ പുണർന്നു. നന്നായി മോളെ, നീ ചെയ്തൊരു വലിയ കാര്യം തന്നെയാ. ഇത്രയും ആളുകൾ ഇവിടെ നോക്കുത്തി പോലെ നിന്നിട്ടും ആ ചെകുത്താന്റെ കയ്യിൽ നിന്ന് സ്വന്തം ജീവൻ മറന്ന് ഓടിയെത്തിയ ആ കുട്ടിയെ രക്ഷിക്കാൻ തോന്നിയ നിന്റെ മനസ്സിന്റെ ധൈര്യത്തിനെ പൂവിട്ട് പൂജിക്കണം. അവൾ ചിരിച്ചുകൊണ്ട് ആ സ്ത്രീയെ നോക്കി. സ്വന്തം ജീവൻ മറന്ന് ഓടിയെത്തുന്നവരാണ് ഈ എന്നെപ്പോലുള്ള നേഴ്സുമാർ. ജീവന്റെ വില നന്നായിട്ട് അറിയുന്നു എന്നെപ്പോലെയുള്ളവർക്കാ. നാം പോലും അറിയാതെ ദൈവം നമ്മളെ കൊണ്ട് അവൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അവൻ കൂടെ വന്ന് കരം പിടിച്ചിരിക്കുന്ന പോലെ എന്തെന്നില്ലാത്ത ധൈര്യം മനസ്സിലുണ്ടാവും. അങ്ങനെ ആ ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചതാ ഞാനും എന്നും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. നേഴ്സുമാരെ മാലാഖമാരെന്ന് വിളിക്കുന്നത് വെറും വാക്കിൽ നിന്ന് ഒരു വട്ടം കൂടി എല്ലാവർക്കും തോന്നിപ്പോകുന്ന ഒരു നിമിഷങ്ങളായിരുന്നു അത്. അവിടെ നിൽക്കുന്നവരെല്ലാം ആരുഷി പോകുന്നത് നോക്കി നിന്നു. അവൾ ധൃതിയിൽ ഹോസ്റ്റലിലെ വളവിലേക്ക് തിരിഞ്ഞു മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. ജോഗിങ് കഴിഞ്ഞു വരുന്ന ഒരു പയ്യനുമായി അവൾ കൂട്ടിമുട്ടി. ഒരു നിമിഷം രണ്ടുപേരും നിശ്ചലമായി. എന്തിനോ അവന്റെ ഹൃദയം തുടിച്ചു. അവന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം അലയടിച്ചു. രണ്ടുപേരും മാസ്ക് വെച്ചുകൊണ്ട് രണ്ടുപേരുടെയും മുഖം തമ്മിൽ മറഞ്ഞിരുന്നു. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. ഡോ, തനിക്ക് മുഖത്ത് കണ്ണില്ലേ? മനുഷ്യനെ കൊല്ലാനായിട്ട് വെളുപ്പാങ്കാലത്തെ കുറ്റിയും പറിച്ച് എഴുന്നള്ളിക്കൊള്ളൂ. അവൾ നെറ്റി തിരുമ്മിക്കൊണ്ട് അവനോട് ചൂടായി. ഇത് ഞാൻ തന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഇതൊക്കെ തനിക്കുണ്ടല്ലോ. തനിക്ക് നേരെ നോക്കി നടക്കായിരുന്നില്ലേ? എന്നെ വന്ന് ഇടിച്ചിട്ടും പോലെ എനിക്കിട്ട് പൊങ്കാലയിടുന്നോ? അവനും നെറ്റി തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ അങ്ങനെയായോ? താനല്ലേ ഫോൺ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ മുട്ടിയത്? അവൾ അവന്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഫോണിന്റെ മറുതലക്കൽ നിന്നുകൊണ്ട് ഇവരുടെ സംഭാഷണം എല്ലാം മറ്റൊരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ വേഗം കോൾ കട്ട് ചെയ്തുകൊണ്ട് അവളെ നോക്കി. സോറി, അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവന്റെ ഫോൺ റിങ് ചെയ്തു. ഫോണിലെ റിംഗ് ട്യൂൺ കേട്ടതും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. അവന്റെ കണ്ണുകൾ അവിടെ കണ്ണുമായി ഇടഞ്ഞു. അവൻ വേഗം നോട്ടം പിൻവലിച്ചുകൊണ്ട് ഫോണിലേക്ക് നോക്കിയതും അവൾ അവനെയും മറികടന്ന് മുമ്പിലേക്ക് പോയി. അവൻ ആ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി നിന്നു. ഇതാണ് ജീവൻ നാഥ്. ഡാൻസ് കൊറിയോഗ്രാഫറാണ്. എറണാകുളത്ത് സ്വന്തമായി ഡാൻസ് സ്റ്റുഡിയോ നടത്തുന്നു. തോളിലാരുടെയോ കരസ്പർശം അറിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി. അത് വേറെ ആരുമല്ല, ജീവയുടെ പെങ്ങൾ ജിയയായിരുന്നു. പെങ്ങൾ എന്നതിലുപരി അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു അവൾ. ഡാ, നീ എന്താ ഫോൺ കട്ട് ചെയ്തേ? നിന്റെ കൂടെ ഏതവളായിരുന്നു? അതൊക്കെ പോട്ടെ, ഇത്രയും നേരം ഞാൻ ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടോ? ദേ, അതൊക്കെ ഞാൻ ലൈവായിട്ട് തന്നെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ വീഡിയോ പ്ലേ ചെയ്തു. ഡീ, ഇതവളല്ലേ? തവളയോ? എവിടെ? ഇനി വീഡിയോ മാറിയോ? അവൾ ഫോണിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു. ഇതിൽ തവളയൊന്നുമില്ലല്ലോ ഡേ. അതല്ലടി പൊട്ടി, ഇവളാ കുറച്ചു മുമ്പ് എനിക്കിട്ട് പൊങ്കാലയും നടത്തിക്കൊണ്ട് പോയത്.
നീയും കേട്ടതല്ലേ അവള് പറഞ്ഞോക്കെ. ആ മാലാഖ കൊച്ചായിരുന്നു അത്? മാലാഖയോ? അതെ, നീ കയ്യിലിരിക്കുന്ന വീഡിയോ ഫുള്ള് കണ്ടു നോക്ക്. നേരത്തെ നടന്ന കത്തിക്കുത്തിയ സംഭവങ്ങളെല്ലാം ഫോണിൽ പകർത്തുന്ന കൂട്ടത്തിൽ അവിടെ ജീയും ഉണ്ടായിരുന്നു. അത് കാണും തോറും ജീവന്റെ മുഖത്ത് പ്രണയത്തിന്റെ പുഞ്ചിരി വിടർന്നു. അവന്റെ മനസ്സിൽ നേരത്തെ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു. ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്ന ജീവനെ ജിയ തട്ടി വിളിച്ചു. ആ ഫോണിൽ വന്നേ, നോക്കിയത് മതി. അവൾ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ തിരികെ വാങ്ങി. നിനക്കേ ആ ഫോണിൽ കാണുന്ന പെൺകുട്ടി അറിയോ? ജീവൻ ഒരുമാതിരി ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. എന്താ മോനെ ഒരു ഇളക്കം? ആർക്കിളക്കം? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കറിയില്ല. ഞാൻ ആ സംഭവം നടക്കുന്നിടത്ത് വെച്ചാ ആദ്യമായിട്ട് ആ കുട്ടിയെ കാണുന്നത്. പക്ഷെ അവിടെ കൂടി നിൽക്കുന്നവർ പറഞ്ഞു കേട്ടത് ആ കുട്ടി എയിംസിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണെന്നാ. ആണോ? കൊള്ളാലോ മാലാഖ. അവൻ ജിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കിന്നുകൊണ്ട് അവൻ മനസ്സിൽ മന്ത്രിച്ചു. ജീവന്റെ മാലാഖ. അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. എന്തോർത്ത് പുഞ്ചിരിക്കുന്ന ജീവനെ നോക്കി ജിയെ കണ്ണുരുട്ടിക്കൊണ്ട് അവനെയും വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അപ്പോഴവന്റെ ചുണ്ടിൽ ആ ചിരി മായാതെ നിന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവന്റെ മനസ്സിൽ നിറഞ്ഞിരുന്നത് ആ മാലാഖയുടെ നീലമിഴികളായിരുന്നു. ദിവസങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി. അവളറിയാതെ അവളുടെ നിഴലായി അവൻ അവളുടെ ഒപ്പം കൂടി. പതിവ് പോലെ കൂട്ടുകാരനുമൊത്ത് അവളെ കാണാനായി അവൾ വർക്ക് ചെയ്യുന്ന എയിംസിലേക്ക് പോകാനായി ബൈക്കിൽ സിഗ്നൽ കാത്തി കിടക്കുകയായിരുന്നു അവർ. ജീവൻ ബൈക്കിന്റെ പുറകിലാണ് ഇരുന്നിരുന്നത്. പെട്ടെന്നാണ് അവന്റെ കണ്ണുകൾ മറ്റൊരു റോഡ് മുറിച്ചെടുക്കാൻ ഒരുക്കുന്ന ആരുഷിയുടെ മേൽ ഉടക്കിയത്. അവന് തന്റെ കൂട്ടുകാരനെ കാണിച്ചു കൊടുത്തു. അങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ ആരുഷിയെ നോക്കി. ആഹാ, തേടി വള്ളി കാലി ചുറ്റിയല്ലോ. ഇന്നെങ്കിലും അവളോട് തുറന്നു പറയോടാ. അതൊന്നും മിണ്ടാ ദൂരെ നോക്കിയിട്ട് വരുമോ? കൂട്ടുകാരൻ അവനെ നോക്കി കളിയാക്കി ചോദിച്ചു. ജീവൻ പതിയെ ബൈക്കിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് പോവാൻ തുടങ്ങി. പെട്ടെന്നാണ് ജീവൻ അത് കണ്ടത്. പോലീസ് പിന്തുടർന്ന് വന്നൊരു വണ്ടി ഫസ്റ്റ് സിഗ്നൽ കടന്നു വരുന്നത്. ആരുഷി റോഡിന്റെ നടുക്കാണ്. അവളത് ശ്രദ്ധിക്കുന്നില്ല. അത് കണ്ടതും ജീവന്റെ നെഞ്ചിടിപ്പ് ഉയർന്നു. ജീവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഓടിയെത്തി അവളുടെ കൈകൾ പിടിച്ച് റോഡിന്റെ സൈഡിലേക്ക് വലിച്ചിട്ടു. അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി. ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ അവൾക്ക് അവന്റെ മുഖം കാണാൻ സാധിച്ചിരുന്നില്ല. അവൾ നോക്കുന്നുണ്ട് അവൻ അവളുടെ കയ്യിലെ പിടിയയച്ചു. അപ്പോഴാണ് അവന്റെ കയ്യിലെ പച്ചകുത്തിയ ശങ്ക അവൾ ശ്രദ്ധിച്ചത്. അപ്പോഴേക്ക് അവർക്ക് ചുറ്റും ആളുകൾ കൂടിയിരുന്നു. ഒന്നും പറ്റില്ലല്ലോ അല്ലേ? അവിടെ നിൽക്കുന്ന ഒരാൾ വന്നുകൊണ്ട് ആരുഷിയോട് ചോദിച്ചു. അവളിൽ നിന്ന് തലകുലുക്കി. ആ പയ്യൻ വന്ന് മോളെ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആ വണ്ടിയുടെ അടിപെട്ടു പോയെന്ന് നടന്നു പോകുന്ന ജീവനെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. തന്നെ രക്ഷിച്ചതിനൊരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ അവൾ അവൻ പോകുന്നത് നോക്കി മുമ്പോട്ട് നടന്നു. എന്നിരുന്നാലും ആരായിരിക്കും തനിക്ക് രക്ഷകനായി വന്നതെന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടി. ആ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലോ എന്നവൾ ആശിച്ചു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ആരുഷിക്ക് ഇപ്പോൾ ഡേ ഡ്യൂട്ടിയാണ്. അങ്ങനെയൊക്കെ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് നടന്നു വരുമ്പോഴാണ് ആരുഷിയുടെ കൂട്ടുകാരി നീയ അവളുടെ കയ്യിലൊരു ബോക്സ് കൊണ്ടുവന്ന് കൊടുത്തത്. അവൾ സംശയത്തോടെ അവളെ നോക്കി. നീ രാവിലെ എനിക്കുള്ള ഗിഫ്റ്റ് തന്നാണല്ലോ, വീണ്ടും എന്തിനത്? പിന്നെ നിനക്ക് അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ എനിക്ക് വട്ടല്ലേ? ഇത് നിനക്ക് തരാൻ എന്നെ ഒരാളെ ഏൽപ്പിച്ചോ? ആര്? അതറിയില്ല, നീ അത് തുറന്നു നോക്കി, ചിലപ്പോൾ അതിലുണ്ടാവും. ആരാന്നൊന്നറിയാതെ വല്ലവരും തരുന്ന ഗിഫ്റ്റൊക്കെ തുറക്കുന്നത് അത്ര ശരിയല്ല. നീ അവിടെ ശരിയും തെറ്റി നോക്കിയിരുന്നോ? ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാ. അതിലെന്തായിരിക്കുമെന്ന ആകാംക്ഷയിൽ നീ ആ ഗിഫ്റ്റ് ബോക്സിലെ റിബൺ ഓപ്പൺ ചെയ്തു. ഹായ്, ചോക്ലേറ്റ് എക്സ്പ്ലോഷൻ ബോക്സോ? അതിനുള്ളിൽ ഓരോ ലെയറുകളായി നിറച്ചു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കണ്ട് നീ അവളെ നോക്കി വിളിച്ചു പറഞ്ഞു. അതിനുള്ളിലായി ഒരു ഹാർട്ട് ഷേപ്പുള്ള ബർത്ത്ഡേ കാർഡ്. ഹാപ്പി ബർത്ത്ഡേ മൈ സ്വീറ്റ് ഹാർട്ട്. അതിനിടയിലായി ജീവന്റെ മാലാഖയ്ക്ക് എന്ന കുറിപ്പും. നീ അത് ഉയർത്തി ആരുഷിയെ നോക്കി. ആരേ ജീവൻ? നീ ആ സംശയത്തോടെ അവളെ നോക്കി. ആവോ, എനിക്കറിയില്ല. നീ എൻ്റെ സീക്രട്ട് കീപ്പർ അല്ലേ? നിന്നോട് പറയാത്ത എന്തെങ്കിലും ഉണ്ട് എൻ്റെ ലൈഫിൽ? അപ്പോ പിന്നെ ആരായിരിക്കില്ല അവൻ? കൊള്ളാം, നീയല്ല ആ ഗിഫ്റ്റും കൊണ്ട് വന്ന്. അപ്പം നിനക്കറിയില്ലേ? ഇല്ല, മുഖത്ത് മാസ്കുള്ളതുകൊണ്ട് ഞാൻ അയാളുടെ ഫേസ് ശ്രദ്ധിച്ചില്ല. പക്ഷെ അയാളുടെ കയ്യിൽ ശംഖിന്റെ ചിഹ്നം പച്ചകുത്തിയിരുന്നു. ശംഖിന്റെ ചിഹ്നോ? ഞാനിത് ആരുടെ കൈകൾ കണ്ടിട്ടുള്ളതായിട്ട് ഓർക്കുന്നുണ്ട്. അവൾ തലക്കും കൈവച്ചുകൊണ്ട് ആലോചിക്കാൻ തുടങ്ങി. ആരുടെ? കിട്ടി. അന്നൊരാൾ സിഗ്നൽ വെച്ച് എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞിരുന്നില്ലേ? അയാളുടെ കയ്യിൽ നീ പറഞ്ഞ പോലെ പച്ചകുത്തിയിരുന്നു. ഇനി അത് അന്നത്തെ നിന്റെ രക്ഷകന്റെ പണിയായിരിക്കോ? സംതിങ് ഫിഷി. ഞാൻ അയാളെ പിന്നെ കണ്ടിട്ട് പോലുമില്ല. പിന്നെങ്ങനെയാ? എൻ്റെ ഒരു വീക്ഷണകോണത്തിൽ പറയുകയാണെങ്കിൽ നിന്നെ പറ്റി എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ തോന്നുന്നു. അതെങ്ങനെ? നിന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാ നിനക്ക് തരാൻ എന്നെ ഏൽപ്പിച്ച്. നിന്റെ പുറകിൽ തന്നെ അയാളവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിന്റെ ബർത്ത്ഡേ വരെ ഓർത്ത് നിനക്ക് തരണമെങ്കിൽ മോളെ ഇത് സംഗതി വേറെയാ. നീയുടെ വാക്കുകൾ ആരുഷിയുടെ ഉള്ളിൽ എവിടെയോ പതിഞ്ഞു. ആരായിരിക്കും അയാൾ എന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ അവളുടെ കണ്ണുകൾ ജീവനെ തേടി അലഞ്ഞു. പല രാത്രികളിൽ അവന്റെ ശംഖുമുദ്ര അവിടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ആക്സിഡന്റ് കേസ് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തു.
സ്ട്രക്ചറിൽ ചോരയൊലിക്കുന്ന മുഖത്തോടെ ആ യുവാവിനെ എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ കൂട്ടത്തിൽ ആരിഷിയും ഉണ്ടായിരുന്നു. അയാളെയും കൊണ്ട് ഓടുന്നതിനിടയിൽ ഡോക്ടർ അയാളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. അബോധാവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങിയ അയാൾ അവിടെ വെച്ച് ആരുഷിയെ കണ്ടതും അവളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വാക്കുകൾ പുറത്തേക്ക് വരാതെ അയാൾ വെപ്രാളപ്പെടുന്ന കണ്ട് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. എമർജൻസി ഡോറിന്റെ വാതിലെത്തിയതും രക്തത്തിൽ കുതിർന്ന ഒരു ചുരുട്ടിയ കടലാസ് അയാൾ ആരുഷിയുടെ കയ്യിൽ കൊടുത്തു. പെട്ടെന്നാണ് അയാളുടെ കൈകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവളുടെ ഉള്ളിൽ നാളി. ഇത്രയും നാളും താൻ തേടി നടന്ന ശംഖുമുദ്ര അയാളുടെ കയ്യിൽ കണ്ടതും അവളൊരു നിമിഷം അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. ശേഷം വിറയാറുന്ന കൈകളോട് ആ കടലാസ് തുറന്നു നോക്കി. ജീവന്റെ മാലാഖയ്ക്ക് നിന്നെഴുതാൻ ശ്രമിക്കുമ്പോഴെല്ലാം എൻ്റെ വാക്കുകൾ നിശബ്ദമാവുകയാണ്. നീ എന്ന ഭാവനയിൽ വിരിയുന്ന അവസാനമില്ലാത്ത കവിതയാണ് ഞാൻ. എൻ്റെ മഞ്ചുമയിൽ വിരിയുന്ന മഞ്ഞമന്ദാരത്തിൽ കൊഴിയുന്ന ഓരോ ഇതളും ഞാൻ പറയാത്ത പോയ നിന്നോടുള്ള എൻ്റെ പ്രണയമാണ്. നീ എന്ന സാഗരം എന്നെ തിരയുമ്പോൾ ഒരു കാറ്റായി എന്നും ഞാൻ നിന്നരികിലുണ്ടായിരുന്നു. ഇനിയും നീ എന്ന സ്വപ്നത്തിന് ശിഖരത്തിൽ കയ്യെത്തി തൊടാൻ എത്ര നാൾ ഞാൻ കാത്തിരിക്കണം. മാലാഖയുടെ സ്വന്തം ജീവൻ. ആ ലെറ്റർ വായിച്ചുകൊണ്ട് രക്തത്തിൽ മുങ്ങിയ അക്ഷരങ്ങളിലൂടെ വിരലുകൾ ഓടിച്ച് മറ്റേതോ ലോകത്തെന്ന പോലെ അവൾ നിന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും അക്ഷരങ്ങൾ കൊണ്ട് തീർത്ത മായിക ലോകത്തൊന്നും മടങ്ങി വരാതെ മനസ്സ് എവിടെയൊക്കെയോ കലങ്ങി മറിഞ്ഞു. അവളുടെ മിഴികൾ നിറഞ്ഞു. തന്റെ ജീവൻ രക്ഷിച്ചവനെ അവസാനമായി ഇങ്ങനെ കാണുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ആരുഷിയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി തുടങ്ങി. തൊണ്ട വരണ്ടു, നാവിടറി. നിറകണ്ണുകളോടെ ആരുഷി അവന്റെ അടുത്തേക്ക് നടക്കും തോറും അവളുടെ കാലുകളും മനസ്സും തളർന്നു പോകുന്നു അവൾ അറിഞ്ഞു. മനസ്സിടറാതെ അവന്റെ ജീവൻ രക്ഷിക്കുക എന്നത് തന്റെ കടമയാണെന്ന ഉത്ബോധം അവളിൽ ഉടലെടുത്തു. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും ICUവിൽ കിടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ കൂടെ വന്നത് ആരെന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടർ പുറത്തേക്കിറങ്ങി. പരിഭ്രമം നിറഞ്ഞ മുഖത്തോടെ അവിടേക്കൊരു പയ്യൻ പാഞ്ഞെടുത്തു. അയാൾക്ക് അത്യാവശ്യമായിട്ട് പോസിറ്റീവ് ബ്ലഡ് വേണം, അതും എത്രയും പെട്ടെന്ന്. അയാളുടെ നില കുറച്ച് ഗുരുതരാവസ്ഥയിലാണ്. ഡോക്ടർ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആണ്, പോസിറ്റീവാ. അതും പറഞ്ഞുകൊണ്ട് ആ പയ്യൻ ബ്ലഡ് കൊടുക്കാനായി ഡോക്ടറുടെ കൂടെ പോയി. മനസ്സിനെ ഒരു വിധത്തിൽ കടിഞ്ഞാണിട്ടുകൊണ്ട് ബ്ലഡ് എടുക്കുന്നതിനായി ആരുഷി ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു. ബ്ലഡ് എടുക്കാൻ അയാളുടെ ഷർട്ട് മുകളിലേക്ക് കയറ്റി വെക്കുന്നതിനിടയിൽ അവളുടെ കണ്ണുകളെ അയാളുടെ കൈകളിൽ ഉടക്കി. അയാളുടെ കയ്യിലും നേരത്തെ കണ്ട ശംഖുചിഹ്നം പച്ചകുത്തിയിരിക്കുന്നു. ബ്ലഡ് എടുക്കാതെ കൈകളിൽ നോക്കിയിരിക്കുന്ന കണ്ട് ആ ചെറുപ്പക്കാരൻ അവളെ നോക്കി. അപ്രതീക്ഷിതമായി ആരുഷി അവിടെ കണ്ടതിൻ്റെ ഞെട്ടൽ അവൻ്റെ മുഖത്ത് തെളിയുമ്പോൾ അവളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവളുടെ ഉള്ളിൽ പല പല ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു. അവളുടെ മുഖത്ത് മിന്നി മറയുന്ന ഭാവമാറ്റങ്ങൾ കണ്ടതും അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. ഈ ജീവന്റെ മാലാഖയായി എന്നെ ശുശ്രൂഷിക്കാൻ ഈ കാന്താരിക്ക് സമ്മതമാണോ? ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല, കാലം കുറച്ചായി ഈ മാലാഖ മനസ്സിൽ കയറി കൂടിയിട്ട്. ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. അതെന്തായാലും അല്ലാതെ മാത്രം ആവരുത് കേട്ടോ. പെട്ടെന്ന് കേട്ടതിൻ്റെ അമ്പരപ്പിൽ ഒരു നിമിഷം ആരുഷി ചലനമറ്റ് നിന്നുപോയി. അവളുടെ ഉള്ളിലെ ഞെട്ടൽ നിമിഷ നേരത്തിനുള്ളിൽ ഒരു നനുത്ത പുൻസിരിയായി മാറുമ്പോൾ അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയത്തിൻ്റെ പുൽനാമ്പുകൾ പൊട്ടിമുളക്കുകയായിരുന്നു. എന്നിരുന്നാലും അവളുടെ ഉള്ളിൽ പല ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അത് മനസ്സിലാക്കിയെന്നോണം ജീവൻ അവൾക്കുള്ള ഉത്തരം പറഞ്ഞു തുടങ്ങി. അകത്തെടുക്കുന്ന എൻ്റെ ഉറ്റ സുഹൃത്ത് ശരത്താണ്. തന്നോടുള്ള പ്രണയം പറഞ്ഞപ്പോൾ ശരത്താ പറഞ്ഞ് ലെറ്റർ എഴുതാൻ. ആ ലെറ്ററും കൊണ്ട് താൻ ഇന്ന് വരാനുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ തന്നെയും വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു. ഞങ്ങൾ ഇന്ന് ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് താൻ നടന്നു വരുന്നുണ്ട്. ആ ലെറ്റർ തനിക്ക് തരാൻ ശരത്തിനെ നിർബന്ധിച്ചു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. അവിടേക്ക് വന്ന ബസ്സിൽ താൻ കയറാൻ പോകുന്നുണ്ട് ശരത്ത് പെട്ടെന്ന് ലെറ്റർ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അവർ റോഡ് ക്രോസ് ചെയ്ത് തൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ പാഞ്ഞു വന്ന വണ്ടി അവൻ ഇടിച്ച് തെറിപ്പിച്ചു. അപ്പം ഈ പച്ച കുത്തിയത് അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തതാണ്. ജീവൻ ചുണ്ടിൽ വിരിഞ്ഞ പുൻസിരിയോടെ പറഞ്ഞു. ജീവന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്ത് തിരിച്ചു പോകുന്ന ആരുഷിയെ നോക്കി ജീവൻ ചോദിച്ചു. ജീവന്റെ വില നന്നായിട്ട് അറിയുന്നത് നിങ്ങളെപ്പോലെയുള്ള മാലാഖമാർക്കാണല്ലോ. അപ്പോൾ എൻ്റെ ജീവനിപ്പോൾ തൻ്റെ കൈകളിലാണ്. അത് തിരിച്ചറിയാതെ പോവുകയാണോ? ആദ്യം ജീവന് വേണ്ടി പോരാടിയ ശരത്തിൻ്റെ ജീവൻ ഞാൻ രക്ഷിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ജീവന്റെ മാലാഖയാവണോ വേണ്ടയോ എന്ന്. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിലെ കുഞ്ഞു നക്ഷത്രങ്ങൾ നിറഞ്ഞു നിന്ന് ഇനിയൊരു ജന്മം മുഴുവനും ജീവനോട് പറയാൻ ബാക്കിയായ 1000 പ്രണയമായിരുന്നു.